ഹായ് ഡിയേഴ്സ്, നിരവധി പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു അമേസിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ് ഇന്ന് ടീച്ചർമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ ഏത് ആഗ്രഹവും വർഷങ്ങളായിട്ട് നടക്കാതിരിക്കുന്ന ആഗ്രഹങ്ങൾ പോലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. കുറേ ദിവസങ്ങളായി എനിക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന റിക്വസ്റ്റ് ആണ് ടീച്ചർമ്മ 1-2-1-2 മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? ഇത് ശരിക്കും വർക്ക് ചെയ്യുമോ? ചിലർക്ക് അത് വളരെ വേഗം വർക്ക് ചെയ്യുന്നു, ചിലർക്ക് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പോൾ വർക്ക് ചെയ്യാത്തവർ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്യുന്നത് കൊണ്ടാണോ ഇവർക്കിത് വർക്ക് ചെയ്യാത്തത്? അങ്ങനെയുള്ള കുറേയധികം സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. എന്താണ് 1-2 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇടത് കൈയിലെ മോതിര വിരലില് 1-2-1-2 എന്ന് എഴുതുക. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള മാർക്കർ യൂസ് ചെയ്യാവുന്നതാണ്. മാർക്കർ യൂസ് ചെയ്തിട്ട് 1-2-1-2 ഇങ്ങനെ നിങ്ങൾ എഴുതിയാൽ മതി. 1-2-1-2. അപ്പോൾ ഇങ്ങനെ എഴുതിയതിന് ശേഷം കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ പേന വെച്ച് എഴുതുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേന വെച്ച് എഴുതുമ്പം ചിലപ്പോൾ പേന കയ്യിൽ എഴുതുമ്പോൾ പെട്ടെന്ന് തെളിയത്തില്ല. അങ്ങനെ തെളിയാതെ വരുമ്പോൾ നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് എഴുതും. അതിനെക്കാട്ടിലും നല്ലത് മാർക്കർ ഉണ്ടെങ്കിൽ മാർക്കർ വെച്ച് നമ്മൾ എഴുതുവാണെങ്കിൽ മായാതെ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ പേന നന്നായിട്ട് ബുക്കിലൊക്കെ ഉരച്ച് നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് തെളിയുന്നുണ്ടെന്ന് ഉറപ്പാക്കി അതിനുശേഷം ഒറ്റ തവണയായിട്ട് 1-2-1-2 എന്ന് എഴുതുക. ഇങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ചിരുന്ന് ഒരു 2 മിനിറ്റ് എന്താണ് നമുക്ക് നേടാനുള്ള ആഗ്രഹം അതൊന്ന് മനസ്സിൽ വിചാരിക്കാം. നിങ്ങൾക്ക് നേടാനുള്ള ആ ആഗ്രഹം അത് ഒന്ന് മനസ്സിൽ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉറക്കം നമുക്ക് പറയുകയോ ചെയ്യാം. ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ഇന്ന ജോലി, ഏത് ജോലിയാണോ ലഭിക്കാനുള്ളത് ആ ജോലി എനിക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയി ലഭിച്ചതിന് നന്ദി എന്നിട്ട് ആ സന്തോഷം ഫീൽ ചെയ്യാം. അതിനുശേഷം നമ്മൾ 2 മിനിറ്റ് അതൊന്ന് ചിന്തിച്ചതിന് ശേഷം അരമണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മഷി മായാതെ നമ്മൾ നോക്കുക. മായാതെ നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അത് 21 ഡേയ്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ 1-2-1-2 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വാസത്തോടെയാണോ ഈ പ്രോസസ്സ് ചെയ്തത്? ലോ ഓഫ് അട്രാക്ഷനിലെ എല്ലാ പ്രോസസ്സുകളും ബിലീഫിൻ്റെ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. ചിലർക്ക് ചില വിശ്വാസങ്ങൾ, ചിലർക്ക് തീരെ വിശ്വാസം ഉണ്ടാവില്ല. ചിലർ വിചാരിക്കും ഇതൊക്കെ നടക്കൂ, വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അവർക്കൊക്കെ കിട്ടിയെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഇതൊക്കെ നടക്കൂല്ലെന്ന് ഒരു ഉറപ്പും ഇല്ലാതെ തീരെ വിശ്വാസമില്ലാതെ ചെയ്യും. വിശ്വാസത്തോടെ എന്ത് ചെയ്താലും നമുക്ക് നടക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. അപ്പോൾ ടെക്നിക്ക് നമുക്ക് ചെയ്ത് നോക്കുന്നതിന് കാശ് ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളത് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുമ്പോഴായിരിക്കും നമുക്ക് വിശ്വാസം വരിക. ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. കാര്യം നമുക്ക് ബിലീഫാണ് വേണ്ടത്. ചിലർക്ക് ഒട്ടും ബിലീഫില്ല, വിശ്വാസമേ ഇല്ല. അവർ ഇതൊക്കെ ഡൗട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കിത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നടക്കില്ല. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കയ്യിലേക്ക് 1-2-1-2 എഴുതിയതിനു ശേഷം കണ്ണടച്ച്, ഇതൊരു ഏഞ്ചൽ നമ്പറാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, കണ്ണടച്ച് നമ്മൾ ആ ഗോളിനെ പറ്റി ചിന്തിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അരമണിക്കൂർ ഇത് മായാതെ സൂക്ഷിക്കേണ്ടപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കും. അപ്പോഴൊക്കെ നമ്മൾ ആ ഗോളിനെ കുറിച്ച് വീണ്ടും 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 ചിന്തിക്കുകയാണ്. അപ്പോൾ എത്ര തവണ നമ്മൾ ആ ഗോളിനെ കുറിച്ച് ചിന്തിക്കുന്നു, അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്നു, നേടിക്കഴിഞ്ഞ വിശ്വാസത്തോടെ ഇരിക്കുന്നു. വിശ്വാസത്തോടെ ചെയ്യണമെങ്കിൽ അത് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ വർക്ക് ചെയ്യുന്നു. നിരന്തരം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് 21 ദിവസമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നടക്കാതെ എവിടെ പോകാനാണ്? ശ്രദ്ധിക്കേണ്ട കാര്യം വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നടക്കാതെ പോകുന്നത്. ചിലരെന്ത് ചെയ്യും, 21 ഡേയ്സ് കറക്റ്റ് ചെയ്യില്ല, ഇടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ സ്കിപ്പ് ചെയ്യും, മറന്നു പോകും. നിങ്ങൾ കൃത്യമായിട്ട് കലണ്ടറിൽ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു, എനിക്ക് കുറച്ച് ഹെൽത്ത് ബ്ലെസ്സിങ് ഇടയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ടെക്നിക്ക് ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ ആ ഒരു ഹെൽത്ത് ബ്ലെസ്സിങ് മാറി, ഞാൻ പെർഫെക്റ്റ്ലി ഹെൽത്തി ആയി മാറി. അപ്പോൾ അതാണ് എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ നടന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യം എന്താണോ അതിന് വേണ്ടിയിട്ട് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക. അതുപോലെ വിശ്വാസത്തോടെ ചെയ്യണം. മനസ്സിൽ 1% പോലും ഡൗട്ട് ഇല്ലാതെ നിങ്ങൾ വിശ്വാസത്തോടെ, ഒരുപാട് പേർക്ക്, നിരവധി പേർക്ക് റിസൾട്ട് കിട്ടിയ ടെക്നിക്കല്ല. അപ്പോൾ ഇത് എനിക്കും റിസൾട്ട് കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെ ചെയ്യുക. 21 ഡേയ്സ് ചെയ്യുക, എന്നിട്ട് ലെറ്റ് ഗോ ചെയ്തേക്കുക. 21 ഡേയ്സിന് മുന്നേ തന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കും. അഥവാ 21 ഡേയ്സിനുള്ളിൽ നടന്നില്ല, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തേക്കുക. നിങ്ങളുടെ ആഗ്രഹം നടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുക.